ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പെട്ടെന്ന് ഒരു തോരൻ ഉണ്ടാക്കുന്ന വിചാരിച്ചു. നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ ഇത് എന്താ സാധനം? ഇത് കാണുമ്പോൾ എന്താ തോന്നണേ? എന്താണെന്നറിയോ? ഇതാ സംഭവം ഇതാണ് ഇടിച്ചക്ക. സോ ഞാൻ ഇടിച്ചക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാനിതാ നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു സ്റ്റൈലാട്ടോ. ഞാൻ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാനിതൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു തേങ്ങയൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം ഇട്ടിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഈ ഇടിച്ചക്ക വെന്തത് ഞാൻ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഈ തേങ്ങ ഞാൻ ചതച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്തൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ, ഇതുപോലെ. സോ നന്നായിട്ടൊന്ന് തിരുമ്മി നമ്മുടെ ചീനിച്ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ ഏതാ എണ്ണ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഒഴിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കടുകൊക്കെ ആഡ് ചെയ്യാം. സോ കടുക്, കറിവേപ്പില, പച്ചമുളക്, ഇച്ചിരി കുഴുവരിപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇനി നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിച്ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇത് നന്നായിട്ട് യോജിക്കണം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വാടി തുടങ്ങില്ലേ, ഇത് രണ്ടും കൂടെ ഒന്ന് യോജിച്ച് വരുന്നവരെ നമുക്കൊന്ന് വേവിക്കാം. ഓൾറെഡി ഇടിച്ചക്ക വെന്തതാണ്, അപ്പോൾ പിന്നെ അധികം അതിനില്ല. ഇനി തേങ്ങ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവുന്നവരെ നമ്മൾ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇടിച്ചക്കത്തോരൻ റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈവൻ എനിക്ക് തോന്നുന്നു നോൺ മലയാളീസൊക്കെ ഇത് കാണുമ്പം അവർക്കും ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. സോ എവറിബഡി പ്ലീസ് ഡു ട്രൈ ദിസ് ജാക്ക് ഫ്രൂട്ട് റെസിപ്പി. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.